മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പുത്തൻ പ്രതീക്ഷയുടെയും ആഘോഷമാണ് ക്രിസ്മസ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിൾ വാക്യം മഹത്തായ നന്മയെ കുറിക്കുന്നു. ലോകത്തിനാകെ വെളിച്ചം പകരുന്ന ആ സന്ദേശത്തിൻ്റെ പ്രഭ കെടുത്തും വിധം ക്രിസ്മസ് ആഘോഷങ്ങളെപ്പോലും കടന്നാക്രമിക്കുന്ന അവസ്ഥ നമ്മെയാകെ അസ്വസ്ഥരാക്കുകയാണ്. മധ്യപ്രദേശ്, UP, കർണാടക, ഹരിയാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഇത്തരം ആക്രമണം നടക്കുന്നതിൻ്റെ വാർത്ത വന്നു. സംഘപരിവാർ ശക്തികളാണ് എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ. ഉത്തർപ്രദേശ് സർക്കാർ ക്രിസ്മസ് അവധി തന്നെ റദ്ദാക്കി. അന്ന് മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് നിർദ്ദേശം. ഈ ദിവസം വിദ്യാർത്ഥികളുടെ ഹാജർ നിർബന്ധമാക്കുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ കേരളം വിട്ടുനിൽക്കും എന്നാണ് നമ്മുടെ RSSൻ്റെ ഉള്ളിലിരിപ്പ് കാട്ടിത്തന്ന സംഭവമായിരുന്നു. അപരമത വിദ്വേഷം പടർത്തി മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ നമ്മുടെ നാട് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഇത് ആവർത്തിച്ച് പറയേണ്ട സന്ദർഭം കൂടിയാണ് ഈ ക്രിസ്മസ് പുതുവത്സര വേള.